നമ്മൾ ഈ ചട്ടങ്ങളും നിയമങ്ങളും ഇതൊക്കെ പറയുമ്പോഴും ആളുകളിലേക്ക് ഇത് എത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതെങ്കിലും ആരെയെങ്കിലും ദ്രോഹിക്കുക അല്ലെങ്കിൽ ആർക്കെങ്കിലും ഫൈൻ അടിച്ചു കൊടുക്കുക എന്നതല്ല നിങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ആ രീതിയിലാണ്. പല സ്ഥലങ്ങളിലായി നമ്മളത് കണ്ടിട്ടുമുണ്ട്. ഈ ബോധവൽക്കരണത്തിലൂടെ ആളുകൾ ഇതിനോട് യോജിച്ച് വരുന്നുണ്ടോ ശരിക്കും? വരുന്നുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. അത്യാവശ്യം നല്ല അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്ത ആൾക്കാരെല്ലാം വളരെ സപ്പോർട്ടീവാണ്. കാരണം അവരെ ഇത് കണ്ടുപഠിക്കുന്നുണ്ടല്ലോ. മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് വർക്ക് ചെയ്തവരെല്ലാം പല സമയങ്ങളിലുണ്ട്. ബാക്കിയുള്ളവർക്ക് ഇത് അനാവശ്യമായ ഒരു ചിലവായി തോന്നുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? ഒരു വർഷം ആണ് അതിൻ്റെ വാലിഡിറ്റി അല്ലേ, ഒരു വർഷം എക്സ്പയറി ഡേറ്റ്. അത് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട് തന്നെ കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നിങ്ങൾ പഠിക്കുമല്ലോ. അല്ലാതെയാണ് ചിലപ്പോൾ സ്റ്റിക്കർ മാറ്റി ഉപയോഗിക്കുക അല്ലേ, ഇത് പ്രൈവറ്റ് ഏജൻസി നിങ്ങൾ പൊട്ടിച്ചെന്നെ അത് ഉപയോഗിച്ച് തന്നെ കൊടുക്കണം. അപ്പോൾ ആ ഒരു 500 രൂപ റീഫില്ലിങ്ങിനുള്ളൂ. ആ സിലിണ്ടർ എപ്പോഴും ഉണ്ടാവുമല്ലോ, അതിൽ റീഫില്ലിങ് ചെയ്യേണ്ടത് ഒരു 500 രൂപ. മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണ് നിലവിൽ കാണുന്നത്, MAP. അത് വെച്ചിട്ട് റീഫില്ല് ചെയ്ത് തരുന്നത് നിങ്ങൾക്ക് കൃത്യമായി നല്ലൊരു ഫയർ ഫൈറ്റ് ഇൻസ്ട്രുമെന്റ് തന്നെയാണ്. സിനിമാ തിയേറ്ററിൽ പോയാലും കാണുന്നത് ഫയർ ചെറിയ ഒരു സാധനം കൊണ്ട് നമുക്ക് അത്യാവശ്യം തുടക്കത്തിൽ പറ്റും. അതാണ് ഫയർ ഫൈറ്റിംഗ് ഫസ്റ്റ് എയ്ഡ് ഫയർ ഫൈറ്റ് എക്യുപ്മെന്റ്സ് ആയിട്ടാണ് പറയുന്നത്. ഈ നാളെ ഫയർ ബക്കറ്റ്സ് കാണുന്നില്ലേ, നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഫയർ നമ്മളെ പെട്രോൾ പമ്പിലും ഫയർ ബക്കറ്റ് സിനിമാ തിയേറ്റർ കാണുന്നുണ്ടോ, അതിൽ മണലുണ്ടാവും. മണൽ നല്ലൊരു ഫയർ എക്സ്റ്റിംഗ്വിഷൻ മീഡിയ ആണ്. അപ്പോൾ അത് വെച്ച് ചെയ്യാം. പെട്ടെന്ന് മണലില്ലെങ്കിൽ മണൽ കൊണ്ടിട്ടാൽ മതിയല്ലോ. പണ്ട് സിനിമാ തിയേറ്ററിനൊക്കെ മുന്നിൽ ഒരു ബക്കറ്റ് വെച്ച് കാണും പണ്ട്. അപ്പോൾ അതുണ്ട്. അപ്പോൾ അതുപോലെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇതൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഓക്കെ അല്ലേ. പെട്രോൾ പമ്പിൽ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ എത്ര ഫയർ കെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഫാമിലി കാർ വരുമ്പോൾ കാറിൻ്റെ മുൻഭാഗം എത്തിയ സമയത്ത് അയാൾ ഇറങ്ങിയിട്ട് വന്നിട്ടാണ് ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് അവരെല്ലാം പുറത്തിറത്തിയിട്ടാണ് ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് തീ കെടുത്തിയത്. അപ്പോൾ പറ്റും. അങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ പ്രാപ്തരാകുന്നുണ്ട്. പക്ഷേ ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയുക, അതുപോലെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഒരു പ്രധാന വെല്ലുവിളി. ബോധവൽക്കരണത്തിന് നമ്മൾ എപ്പോഴും റെഡിയാണ്. നിങ്ങൾ ഒരു ഒരു ഏരിയ പറഞ്ഞാൽ മതി, നമ്മൾ അവിടെ വന്ന് ക്ലാസ് എടുത്ത് തരും. നമ്മൾ അതിന് എതിർപ്പേ പറയുന്നില്ല. നമ്മൾ ഫ്രീ ടൈമിലെല്ലാം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സ്റ്റേഷൻ വിസിറ്റ് ചെയ്യുക, അവിടുന്ന് ഇൻഫർമേഷൻ നേടാം. നമ്മൾ അതിനൊക്കെ റെഡിയാണ്. നമ്മൾ ഉദ്ദേശം സേഫായ ഒരു സമൂഹം. അപകടം കൊണ്ട് മരണപ്പെടുമ്പോൾ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും, ഭയങ്കരമായിട്ട്. കാരണം സർവീസിൽ ഒരാൾ മരണപ്പെടുകയാണ് ചെയ്യുന്നത്, ഒരു മനുഷ്യൻ ഒരാൾ ജനിച്ചിട്ട് അപകടം മരണപ്പെടും. എൻ്റെ മനസ്സിൽ തങ്ങിയിരിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഞാൻ കാഞ്ഞങ്ങാട് വർക്ക് ചെയ്യുമ്പോൾ മടി എന്നുള്ള സ്ഥലത്ത് ഒരു കുട്ടി മരണപ്പെട്ടു. ആ കുട്ടി വീട്ടുമുറ്റത്തെ കിണറിനെ ചുറ്റും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോൾ തട്ടിയിട്ട് ആ ബോൾ അതിൻ്റെ ബോൾ നെറ്റിൻ്റെ മുകളിൽ പോയി പോകും. അപ്പോൾ ആ കുട്ടി നെറ്റിൽ നിന്ന് ബോൾ എടുക്കാൻ വേണ്ടി, മറ്റു കുട്ടികളൊക്കെ ഉണ്ട്, ബാക്കി എല്ലാവരും വീട്ടിൽ എന്തൊക്കെയോ തിരക്കിലാണ്. അപ്പോൾ ആ കുട്ടി ബോൾ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് വളരെ ശ്രമിച്ചെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ ബോൾ പിടിച്ച സമയത്ത് മറിഞ്ഞ് കിണറിലെ നെറ്റും പൊട്ടി ബോളുമായി താഴെ വീണു. ആ നെറ്റാണ് സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റാണ്. സാധാരണ ചിലപ്പോൾ അവന് അങ്ങനെ ചെയ്തിട്ട് മരണപ്പെട്ടു. ആ വീട്ടിൽ ഭയങ്കര സാമ്പത്തികമായിട്ട് നല്ല സൗണ്ട് ഫാമിലിയാണ്. പക്ഷേ ഈ കിണറിൻ്റെ ഹൈറ്റ് ഒരു 50 സെൻറ്റിമീറ്റർ താഴെയാണ്. നിയമപരമായിട്ട് നമ്മളൊന്ന് വീട്ടിലൊരു കിണർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 1 മീറ്ററെങ്കിലും അതിൻ്റെ എംപാക്ട്മെൻറ്റ്, അതായത് അതിൻ്റെ ഹൈറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. ആൾമാർക്ക് 1 മീറ്റർ പറയുന്നുണ്ട്. നമുക്ക് ആ 1 മീറ്റർ വരാത്തതുകൊണ്ടാണ് ഈ കുട്ടി മരണപ്പെട്ടത്. ഇനി 1 മീറ്റർ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ അവർ സ്റ്റീലിൻ്റെ കമ്പിയില്ലേ, നമ്മൾ ഇരുമ്പിൻ്റെ ചിലപ്പോൾ വെക്കുന്നുണ്ട്. അതാണെങ്കിൽ ബോൾ തട്ടിയിട്ടങ്ങ് പോകും. ശരിക്കും ആ കുട്ടി മരണപ്പെടുന്നത് നമ്മൾ ആ വീട്ടുകാർ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ എത്ര കിണർ കിടക്കുന്നുണ്ട്. എത്ര ബലിദിനിടെ കണ്ടില്ല ഒരു ഫാമിലീൻ്റെ ഒരു കുട്ടി, ചെറിയ കുഞ്ഞ് തൊട്ടടുത്ത വീട്ടിൽ കിടക്കുന്ന സേഫ്റ്റി ടാങ്കിൽ വീണു. ഏതിൻ്റെ പുതിയ കെട്ടിയ സേഫ്റ്റി ടാങ്കിൽ. ആ സേഫ്റ്റി ടാങ്കിന് അടപ്പില്ലായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ എന്തോ വെള്ളം അടിച്ചതാണ്. ആ വെള്ളം അടിച്ച സമയത്ത് ആ വെള്ളമെല്ലാം പോയിട്ട്, ഒരിക്കലും അവിടെ വെള്ളം ഉണ്ടാവില്ല, ഇപ്പോൾ മഴക്കാലമല്ലല്ലോ. ആ സേഫ്റ്റി ടാങ്കിലേക്ക് വെള്ളം നിറഞ്ഞിരുന്നു. ഈ കുട്ടി കളിക്കാൻ പോയതാണ് അടുത്ത വീട്ടിൽ. പുതിയ വീട് കൺസ്ട്രക്ഷനാണ്. ഇത് ആദ്യ സംഭവമല്ല. ഇതിനു മുമ്പ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഇതുപോലെ ഒരു ആർമിക്കാരൻ്റെ കുട്ടി ഇതുപോലെ ഒരു സേഫ്റ്റി ടാങ്കിൽ, തൊട്ടടുത്ത വീട്ടിൽ സേഫ്റ്റി ടാങ്കിൽ കാലം തെറ്റിയ മഴയിൽ വെള്ളം നിറഞ്ഞിട്ട് വീണിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും ഇവിടെയും മരണം. ഇത് 2 ദിവസം മുമ്പിലെ 10 ദിവസം എനിക്കൊന്നും എവിടെയാണ് ഈ കണ്ണൂരിൽ. ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഒരു പുതിയ വീട് എടുക്കുന്നു, അതിൽ കിടക്കുന്ന കിണർ അതിന് ഉണ്ടാക്കി എല്ലാവരും സേഫ്റ്റി ടാങ്ക് ആക്കുമല്ലോ. ആ ടാങ്കിൽ വീണിട്ട് ഒരു ഫാമിലി മരണപ്പെടും. ഇത് നമുക്കൊരു 10 ദിവസം മാത്രമാണ്. പക്ഷെ അവരെ അവസ്ഥ ആലോചിച്ച് നോക്കി. ജീവിതത്തിൽ അവർക്ക് എത്ര കാലം കഴിഞ്ഞാലും ഇതവരെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് നമ്മളെ അലട്ടുന്നത്. നമുക്ക് സിമ്പതി അല്ല, എനിക്ക് തോന്നുന്നത് എമ്പതിയാണ്. ആ ഒരു എമ്പതി ഫീലിംഗ് നമുക്ക് വരുമ്പോൾ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കും. വളരെ ഇപ്പോൾ ഓപ്പൺ ടെറസിൻ്റെ മുകളിൽ പാരപ്പറ്റ് കെട്ടണം, അത് 1.20 നിയമപരമായിട്ട് പറയുന്നുണ്ട്. 1.20 വേണം. ഈ 1.20 കെട്ടാതിരിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ അവർ ഓപ്പൺ ടെറസ് ഇതുവരെ നമ്മൾ കയറുന്നില്ല, വീഴുന്നില്ല. നിങ്ങളാരും വീഴുന്നില്ല. നമുക്ക് കുട്ടികൾ ആ സമയത്ത് മരണം എന്ന് അവർക്ക് അറിയില്ല. അവർ ഈ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകും.
ഈ ബാലിസ്റ്റർ ഗ്യാപ്പ് പോലും ഇങ്ങനെ നമ്മൾ വെർട്ടിക്കൽ റെയിലിംഗ് ആണ് പറയുന്നത് ഈ സ്റ്റെയറിൽ. എന്തിനുകൊണ്ടാണ് പറയുന്നത്? കുട്ടികൾ അതിൻ്റെ മുകളിൽ ചവിട്ടി കയറാതിരിക്കാനാണ്. ഹൊറിസോണ്ടലിട്ട് അതിൻ്റെ മുകളിൽ ചവിട്ടും. കുട്ടികൾ അങ്ങനെയാണ്, അവർ വേറൊന്നും ചിന്തിക്കൂല. അതുപോലെ അതിൻ്റെ ഗ്യാപ്പ് തന്നെ പറയുന്നത് ബാലിസ്റ്റർ ഗ്യാപ്പ് മിനിമം 15 സെൻറ്റിമീറ്റർ കുറഞ്ഞിട്ടാണ് പറയുന്നത്. ഇത് ഒരു 16 മീറ്റർ വരെയുള്ള ബിൽഡിംഗ്, ഹൈറേസ് ബിൽഡിംഗ് ആണെങ്കിൽ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആ റെയിലിംഗ് 10 സെൻറ്റിമീറ്റർ ഉള്ളിലായിരിക്കണം പറയുന്നത്. ഇതൊക്കെ കുട്ടികളെ തല പോകാനും കുട്ടികൾ അതിലേക്ക് വീഴാതിരിക്കുവാനാണ്. അപ്പോൾ ആ ഒരു കൺസേൺ നിയമത്തിലുണ്ട്, അത് പാലിക്കുക എന്നുള്ളതാണ്. അതിൽ ഞാൻ എപ്പോഴും സിവിൽ എഞ്ചിനീയർമാർക്കെല്ലാം ക്ലാസ് എടുക്കാൻ പറയാറുണ്ട്, നിങ്ങളാണ് ഇതിൻ്റെ സ്ട്രക്ചറിൽ ഉണ്ടാക്കുന്നത്, അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് പറയണം. ഞാൻ ഇവരെ പല അസോസിയേഷൻ്റെയും പല ക്ലാസ്സുകൾ എടുക്കാൻ ഞാൻ പോയിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയർ എപ്പോഴും അവർ കിട്ടുന്ന നമ്മളെപ്പോഴും കോൺട്രഡിക്ഷൻ വരാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവരെ കുറേ അവർക്കൊരു സംഘടനയുണ്ട് ലെൻസ്ഫൈഡ്, അവിടെ ഞാൻ കുറേ സ്ഥലത്ത് എടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, വരാൻ നമുക്ക് ക്ലാസ് എടുക്കാം. കാരണം അവർക്ക് ഈ സ്ട്രക്ചറിൽ തന്നെ ഇതെല്ലാം ഓണറോട് പറഞ്ഞാൽ ഈ അപകടം ഒഴിവായി കിട്ടും. നമ്മുടെ ഉദ്ദേശം ആരെയും ദ്രോഹിക്കാനല്ല. എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പത്രം വായിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഡിസ്റ്റർബൻസ് ആണ്. എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ നോക്കുക, ചരമക്കുളത്തിൽ എന്തെങ്കിലും അപകടമായിരിക്കും, എല്ലാം നമുക്ക് കുളത്തിൽ വീണു, ആ കുളത്തിൽ വീണു. നീന്തൽ ഞാൻ ലൈഫ് സേവിങ് സ്കില്ല് അത് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതാണ്, പഠനത്തിൽ ഏറ്റവും ഉൾപ്പെടുത്തേണ്ടതാണ്. നമ്മളൊരു നീന്തൽ പഠിക്കാൻ അറിഞ്ഞിരിക്കണം. നീന്തൽ പഠിച്ച് പറഞ്ഞാൽ മാത്രമല്ല ചിലപ്പോൾ അവിടുത്തെ വിട്ട് മരണപ്പെടുന്നുണ്ട്. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ അങ്ങനെ അവിടുത്തെ പെടാതിരിക്കാനും കൂടി നമ്മൾ പഠിക്കണം. ഇങ്ങനെയെല്ലാം പഠിച്ച്, അതായത് ലൈഫ് സേവിങ് സ്കില്ലുകളെല്ലാം ഡെവലപ്പ് ആയിട്ടാണ് ഒരു കുട്ടി ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കോൺഫിഡൻ്റ് അല്ലേ, നോക്കി അങ്ങനെ ഒരു അപകടം ഉണ്ടാവുകയെന്ന്. നിങ്ങളല്ല ഏത് മനുഷ്യനെയും ഡിസ്റ്റർബ് ആക്കില്ല. ഒരു മരണം നമുക്ക് തടയാൻ പറ്റുന്നതാണെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഞാനിന്ന് ഇതുവരെ സംസാരിക്കുക, ആ 2 പേരും മരണപ്പെട്ട കേസിലും വാഹനത്തിൽ ചെറിയ പുകയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു തുടക്കത്തിൽ. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ എത്താനായല്ലോ, വേഗം എത്തിക്കാമെന്ന് വിചാരിച്ച് പോകുമ്പോഴാണ് നല്ലത്. നമുക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വാഹനത്തിൽ തോന്നുവാണെങ്കിൽ അപ്പോൾ തന്നെ വാഹനം നിർത്തണം. വാഹനം കത്തുന്നത് വളരെ കോമൺ ആണ്. ഇതിൻ്റെ പ്രധാന കാരണം, ഞാൻ എനിക്ക് റേഡിയോ മാംഗോയിൽ ഒരു ഇൻ്റർവ്യൂ അവരുണ്ടായിരുന്നു, ഞാൻ അവിടെ പറഞ്ഞു പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് ആൾട്രേഷനാണ്. വാഹനത്തിന് ഇഷ്ടംപോലെ ആൾട്രേഷൻ നടത്തുന്നുണ്ട്. വലിയ വാഹനമായി ചെറിയ പൈസക്ക് ആരെങ്കിലും ചെയ്യും. അപ്പോൾ വയറിംഗ് അല്ല സീറ്റിൻ്റെ അടിയിലൂടെയും ഓപ്പൺ വയറിംഗ് ഒക്കെയാണ്. അതുപോലെ ചില കാര്യങ്ങളിൽ അതിൽ ചെയ്യുന്നുണ്ട്. അംഗീകൃത ഷോപ്പിൽ നിന്ന് ചെയ്യുക, അവർ കൃത്യമായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യുക, ആക്കി എല്ലാ കാര്യങ്ങളും അംഗീകൃത, അതിന് കുറച്ച് പൈസ ഉണ്ടാവും, കുറച്ച് കൂടുതൽ ഉണ്ടാകുക ചെയ്യുമ്പോൾ. പക്ഷേ ഇപ്പോഴാണ് തോന്നുന്നു കൂടുതൽ അത് പലപ്പോഴും പുതിയ വാഹനങ്ങളല്ല, പഴയ വാഹനങ്ങളാണ്. പുതിയ വാഹനങ്ങൾ കത്തുന്നതിൽ ആൾട്രേഷൻ ആയിരിക്കും പല സമയങ്ങളും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഫ്ലെയിമോൾ സാധനങ്ങൾ ഉണ്ടാവും. നമ്മൾ അങ്ങനെയൊക്കെ കൈകാര്യം ചെയ്ത് പോകുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. പെട്രോൾ ബൈക്കിൽ കൊണ്ടുപോകുമ്പോൾ ആക്സിഡൻ്റ് ആയി കത്തുന്നില്ലേ? പെട്രോൾ അത്ര ഹസാഡസ് തന്നെയല്ലേ, എന്നാലും ഒരു അടിച്ച് എന്നാൽ അത് കൊണ്ടുപോകുന്നില്ലേ? അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന രീതിയെല്ലാം മാറിയാൽ ഒരു അപകടം ഉണ്ടാവുമല്ലോ. ബൈക്ക് സ്കിഡായി പെട്രോൾ കൂടി മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ട് അവിടെ വലിയ രീതിയിൽ അപകടം ഉണ്ടാവില്ല. പണ്ടൊക്കെ ഈ പെട്രോൾ പമ്പിൽ പോകുമ്പോൾ നമ്മൾ ഫോൺ കയ്യിലെടുക്കുമ്പോൾ തന്നെ അവര് പറയാറുണ്ടായിരുന്നു ഫോൺ. പക്ഷെ ഇപ്പോൾ എല്ലാം ഗൂഗിൾ പേ ആയി, ഫോണിൽ അപകട സാധ്യത ഇത് ഞാൻ പറഞ്ഞ അവിടെ നമ്മളൊരു അപകട സാധ്യത വരണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടെ ചെയ്യുന്നത്. ഞാൻ നോക്കുമ്പോൾ മൊബൈൽ അങ്ങനെ ഇപ്പോഴെല്ലാം ട്രാൻസാക്ഷൻ അങ്ങനെ തന്നെ വളരെ അപകടം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളൊരു റിസ്ക് നിൽക്കണ്ടല്ലോ. കാരണം പെട്രോളിൻ്റെ അടുത്താണ് അവർ പറഞ്ഞിരിക്കുന്നത് സ്വിച്ച് ഓഫ് മൊബൈലിന്, ഡീസലിൻ്റെ അടുത്തല്ല. സോ പെട്രോൾ അത്രയും പെട്ടെന്ന് വേപ്പറാവും, പെട്ടെന്ന് അപകട സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ പറയുന്നത്. ഇപ്പം നമ്മൾ പല സ്ഥലങ്ങളിലും ഈ പെട്രോൾ ഉപയോഗിച്ചിട്ട് ഇതിനിടയ്ക്ക് ഞാനൊരു കോലം കത്തിക്കുന്ന വീഡിയോ കണ്ടു. കോലം കത്തിക്കുന്ന സമയത്ത് അവർക്ക് മണ്ണെണ്ണയൊന്നും കിട്ടിയില്ല, അപ്പോൾ ഡീസലും കിട്ടിയില്ല. അപ്പോൾ ഇതെടുത്താണ് വെച്ചത്. ഒഴിച്ച ഉടനെ തന്നെ തീ കത്തിക്കുമ്പോൾ തന്നെ ആദ്യം ഡ്രസ്സാണ് കത്തിയത്. കാരണം ഇത് വേപ്പർ ഫോമിൽ ഡ്രസ്സിലുണ്ടാവും. വളരെ ഹസാഡസായ പെട്ടെന്ന് ഫ്ലെയിം മൂളായി കിടക്കുന്ന, അല്ല വേപ്പർ ഫോമിലേക്ക് കിടക്കുന്ന ഒരു സാധനമാണ് പെട്രോൾ. അപ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം. ആ ഒരു വീഡിയോ പെട്രോൾ, അതെ, മണ്ണെണ്ണയും ഡീസലും ആ വീഡിയോയിൽ അങ്ങനെ കണ്ടു. എല്ലാവരും ഓടുമായിരുന്നു. ഇതിനിടയിൽ എനിക്കൊന്നും ഈ നമ്മളിപ്പോൾ പല സമയത്ത് സ്റ്റേഷനിൽ മറ്റു കുറെ കാര്യങ്ങൾക്ക് വിടുന്നത്, പൂച്ച കിണറിൽ വീണിട്ട്, പട്ടി കിണർ, അപ്പോൾ നമ്മൾ അതുപോലെ തേനീച്ച, അതൊക്കെ നിലവിൽ നമുക്ക് ഇതിലെ ഓർഡർ പ്രകാരം മനുഷ്യന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ പറഞ്ഞത്. അല്ലെങ്കിൽ സ്വത്ത് അല്ലെങ്കിൽ ജീവൻ എന്നെല്ലാം പറഞ്ഞാൽ ഉൾപ്പെടുത്തുന്ന കന്നുകാലികളെയാണ്. കന്നുകാലികൾ രക്ഷാപ്രവർത്തനം അതിൽ പറയുന്നത് കന്നുകാലികൾ വരുന്ന പശു, ആട്, പോത്ത്, ഈ രീതിയാണ്. പക്ഷെ പലപ്പോഴും പല സ്റ്റേഷനുകളിലും ചിലപ്പോൾ ആൾക്കാർ അധികം ഉണ്ടാകുമ്പോൾ ഒരു സർവീസ് കൊടുക്കുന്നുണ്ടെന്നല്ലാതെ നിയമപരമായിട്ട് അങ്ങനെ ഒരു കാര്യങ്ങൾ പറയുന്നില്ല. അതങ്ങനെ ഒരു പട്ടി, കാരണം ഇതൊക്കെ ചിലപ്പോൾ മാന്താം, അല്ലെങ്കിൽ പൂച്ച മാന്താം, അതിനുള്ള ഒരു പരിരക്ഷണമൊന്നും ജീവനക്കാർക്ക് കിട്ടുന്നില്ല. റോഡിൽ തന്നെ പലപ്പോഴും റോഡിൽ മരങ്ങൾ നിൽക്കുമ്പോൾ മരം മുറിക്കണം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. നിയമപരമായിട്ട് അങ്ങനെ മരം മുറിക്കാനൊന്നും പറയുന്നില്ല. അതായത് റോഡ് ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെയിൻസോ പോലെ ഉപകരണം തന്നത്. ഇവരങ്ങനെ അത്ര സ്കിൽഡ് ലേബർ അല്ല. സ്കിൽഡ് ലേബറിനെയാണ് ഈ മരം മുറിച്ചിട്ട് കൃത്യ സ്ഥലത്ത് ഇടാൻ വേണ്ടി പറ്റുമല്ലോ. ഇവർക്ക് എങ്ങനെ പറ്റും? ഇവർ മുറിച്ചാൽ വേറെ സ്ഥലത്ത് പോയിട്ട് പല അപകടങ്ങളും ജീവനക്കാർക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ ഉത്തരവാദി എന്നുള്ള ഫയർ സ്റ്റേഷന്റെ ഹെഡ് എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം ആൻസറബിൾ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ്, ഇന്നത്തെ കാലമല്ലേ, ആദ്യം പോകുന്നത് അതിൻ്റെ ഹെഡിനെ ആയിരിക്കും എഫക്റ്റ് ചെയ്യുക. നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് ഓരോ പ്രവർത്തനത്തിൽ ഇവരെ വിടുന്നത്. നിലയത്തിൽ തന്നെ സ്റ്റേഷനിൽ ഇപ്പോൾ 72 പേരുണ്ട്. അത്രയും അവരെ വെൽഫെയറും എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ എപ്പോഴും ബിസി
ആണ്. എല്ലാ സ്റ്റേഷൻ ഓഫീസറും അങ്ങനെ തന്നെ, പഴയ പോലെയല്ല. വർഷങ്ങൾ കഴിയുന്നതോറും വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഈ സർവീസ്. അങ്ങനത്തെ വർക്കുകളാണ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? നിങ്ങൾ നോക്ക്, ഇതിനിടയിൽ കൊട്ടാരക്കരയിൽ ഒരു ആൾ മരണപ്പെട്ടില്ലേ അല്ലേ? ആൾ മരണപ്പെട്ട എന്താണ്, രണ്ടുപേർ കിണറിൽ സ്ത്രീ വീണു. ആ സ്ത്രീയുടെ അലർച്ച കിണർ ഉടനെയാണ് ഇത് ഇറങ്ങിയത്. അതിന് അപകടത്തിന് കാരണം എന്താണ്? ആ കിണറിന് ആൾമറയും പിടിച്ചിരുന്ന ആളാണ്. അയാളെ മാറ്റാനോ ഒന്നും ചിലപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് പറ്റില്ല. ഇപ്പോൾ തളിപ്പുറം ഇൻസിഡന്റിൽ എനിക്ക് വലിയ തോന്നി പറഞ്ഞാൽ അവിടെ റോഡ് നിറച്ചും ആളാണ്, അവിടെ മാൻ പവറിന്റെ ആവശ്യമില്ല. അപ്പോൾ അവർ മാറിത്തരണം. അപ്പോൾ അവിടെ ഭയങ്കര ആളായിട്ട് ശരിക്കും അവിടെ വർക്ക് ചെയ്യേണ്ട അറ്റ്മോസ്ഫിയർ. എത്ര വാഹനം അവിടെ വന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ ക്രൗഡ് വാഹനത്തിന് എത്താൻ പറ്റാത്ത വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ ഫയർഫോഴ്സ് വാഹനം റോഡിലൂടെ പോവുകയാണെങ്കിൽ സൈറൻ ഇട്ടിട്ടാ വരുന്നുണ്ടെങ്കിൽ മാറിക്കൊടുക്കുന്ന എത്ര പേരുണ്ട്. വളരെ ഏറ്റവും പ്രിഫറൻസ് കൊടുക്കുന്ന വാഹനം ഫയർഫോഴ്സ് പിന്നെ ആംബുലൻസ് ആണ് പറയുന്നത്. എന്നാലും സൈറൻ ഇട്ട് വളരെ സ്പീഡ് പോകുന്നുണ്ടെങ്കിൽ മാറിക്കൊടുക്കുന്ന രീതിയിലാണോ? നിങ്ങളത് നോക്കിയെങ്കിൽ മനസ്സിലാവും. നിങ്ങൾ അങ്ങനെയല്ല. കാരണം നമുക്കിത് അനൗൺസ് ചെയ്ത് പറയാൻ കഴിയില്ല. അത്രയും അപകട സാധ്യതകളാണ് ഫുള്ള് സ്പീഡിട്ട് വളരെ റോങ് സൈഡിലൂടെ അല്ലെങ്കിൽ അതിന്റെ സെൻറ്ററിലും പിടിച്ച് വരുന്നത്. അപ്പോൾ പലപ്പോഴും പിന്നെയും ഈ ആംബുലൻസില് ക്യാമറയൊക്കെ ഘടിപ്പിക്കുന്നത് കൊണ്ട് ചെറിയൊരു പേടി ആളുകൾക്ക് ഉണ്ട്. ഉണ്ട്, ശരിയാണ്. പക്ഷെ ഫയർ സർവീസിന് നിലവിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് ഇത് പറയാൻ പറ്റുന്നില്ല. പല അപകടങ്ങൾ സീനിൽ ഇതിന്റെ വ്യാപ്തി അനുസരിച്ചാണ് പോകുന്നത്. അപ്പോൾ വലിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സമൂഹം സിവിലൈസ്ഡ് ആവുക, അല്ല നല്ല എഡ്യൂക്കേറ്റഡ് ആകുമ്പോൾ ഇതെല്ലാം മാറും അല്ലേ? അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നല്ല സർവീസ് കിട്ടാത്തതിന് പ്രധാന കാരണം ഇതാണ്. അതായത് എപ്പോഴും റോഡ് അവിടെ എത്താൻ സമയം വൈകുന്നു. ഒന്ന് റോഡിന്റെ ചിലപ്പോൾ റോഡിന്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഇതിപ്പോ തളിപ്പുറം ഇൻസിഡന്റ് എന്താണ്, ഫയർ സ്റ്റേഷനിലെ വാഹനത്തിൽ വെള്ളമില്ല എന്നുള്ളതാണ്. നിങ്ങൾ കേട്ട് കാണും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഇല്ല. ഇപ്പം എൻ്റെ സ്റ്റേഷനിലെ ടാങ്ക് തന്നെ ഒരു 1,00,000 കൂടുതൽ കപ്പാസിറ്റിയിലെ ടാങ്ക് അവിടെ ഇൻബിൽട്ടായിട്ട് പണിഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യുന്ന വാഹനങ്ങളിൽ നിറക്കും, അതിനുശേഷം ഈ ടാങ്കിലും വെള്ളം നിറക്കും. ഈ വാഹനത്തിൽ വെള്ളം നിറഞ്ഞാൽ ടാങ്കിൽ നിന്ന് വെള്ളം വാഹനത്തിൽ നിറക്കും. അപ്പോൾ ഈ ടാങ്കിൽ തീരുന്നതനുസരിച്ച് മറ്റു സ്ഥലത്ത് ഇവിടെ കൊണ്ട് നിറക്കും. അതിന് വാട്ടർ ലോറീസ് ഉണ്ട്, വാട്ടർ ബൗസേഴ്സ് ഉണ്ട്, ഇതൊക്കെ കൊണ്ട് ഫില്ല് ചെയ്യും. അപ്പോൾ വാഹനത്തിൽ വെള്ളമില്ലാത്ത അവസ്ഥ പോയാൽ ജീവനക്കാർ അതിൻ്റെ ഓഫീസറിൻ്റെ പണി പോകുമല്ലോ. അപ്പോൾ ആ റിസ്കിന് ആരും നിൽക്കില്ല. അത് വെറുതെയാണ്. പക്ഷെ വെള്ളം എന്തുകൊണ്ട് തീരുന്നു അല്ലാതെ ശരിക്ക് ഒരു 12,000 ലിറ്ററിൽ ഒരു വണ്ടിയിൽ ശരിക്കും പറഞ്ഞാൽ അതായത് 6000 LPM ആണ് അതിൻ്റെ പുറകെ എഴുതിയത്. അതായത് ഒരു മിനിറ്റിൽ 6000 ലിറ്റർ വരെ പമ്പ് ചെയ്യാൻ കപ്പാസിറ്റിയിലെ പമ്പാണ്. അപ്പോൾ 2 മിനിറ്റ് മതി ശരിക്ക് എല്ലാ ഡെലിവറി ഓപ്പൺ ആണെങ്കിൽ ഈ വെള്ളം തീരാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? അപ്പോൾ 2 മിനിറ്റ് തീരുമ്പോൾ വെള്ളം തീരുന്നു പറയും. 12,000 ലിറ്റർ ഉണ്ട്. അപ്പോൾ അത് മാനേജ് ചെയ്യുമ്പോഴാണ് കുറച്ചില്ല ഇത് കിട്ടുക. മനസ്സിലായി? നല്ല ഫയർ ആണെങ്കിൽ ചിലപ്പോൾ ഫുൾ ത്രോട്ടിൽ കൊടുത്തിട്ട് തന്നെ ചിലപ്പോൾ ഫയർ ഫൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് തീരും. അപ്പോൾ വെള്ളം ഇല്ലാതെ വാഹനം ഒരിക്കലും പുറത്തിറങ്ങുന്നില്ല എന്നുള്ളതാണ്. ഇറങ്ങുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് ഇന്നത്തെ കാലമല്ലേ, ഇന്ന് ക്യാമറയുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം നമുക്ക് ഒന്ന് ശരിക്ക് വിഷ്വലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടാവും. ജോലിക്ക് ബുദ്ധിമുട്ടാവുന്ന കാര്യങ്ങളൊന്നും ജീവനക്കാരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവില്ല, ഉറപ്പല്ലേ? അപ്പോൾ അതിലെല്ലാം അനാവശ്യമായ കുറെ ചർച്ചകളാണ് നടക്കുന്നത്. പക്ഷെ അതേ സ്ഥലത്ത് ശരിക്കും നിങ്ങളുടെ ആ ഒരു ജീവൻ തന്നെ പണയം വെച്ച് നടത്തുന്ന ആ പ്രവർത്തനത്തെ അംഗീകരിക്കാത്ത സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഒരു വിഷമം തോന്നാറുണ്ട്. നല്ല വിഷമം ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട് മറ്റ് ഡിപ്പാർട്ട്മെന്റ് കിട്ടാത്ത ഒരു പരിരക്ഷ അല്ലെങ്കിൽ ആ രീതിയിൽ കിട്ടാത്ത ചിലപ്പോൾ നമുക്ക് തോന്നും. നല്ല രീതിയിൽ വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞാലും ഒന്ന് ടാപ്പ് ചെയ്തിട്ട് വളരെ ഗംഭീരമായിട്ടുണ്ടെന്ന് ഒരു പൊതുസമൂഹം പറയുന്നുണ്ടെങ്കിൽ അയാളെ ആ എഫിഷ്യൻസി ലെവല് നെക്സ്റ്റ് ടൈം അതിലും അപ്പുറമായിരിക്കും അല്ലേ? പക്ഷേ ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. എൻ്റെ ഓർമ്മയുണ്ട്, ഞാൻ പെയിൻറ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ മാടായപ്പാറയിൽ ഒരു ചെറിയ രീതിയിൽ ഫയർ ഉണ്ടായ സമയത്ത് അവർ പബ്ലിക് അവരോട് തീ പുകയുന്നുണ്ട് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞാൽ പോയത്. നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലെ ഫയറാണ്. അവിടുത്തെ വാഹനവും പോകുന്നില്ല. അത് ജീവനക്കാരൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പച്ചില കൊമ്പ് ഒടിച്ചിട്ടാണ് ഒരു 3-4 മണിക്കൂർ എടുത്തിട്ട് ഫയർ ഫൈറ്റ് ആയി തച്ച് കെടുത്തിയത്. ശരിക്കും അദ്ദേഹത്തിന് അവിടെ ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന് ചെരുപ്പ് ഉപയോഗിച്ചിട്ട് ആ സാധനം ഒന്ന് അമർത്തി തീരാവുന്ന ഒരു ഫയർഫോഴ്സ് വരട്ടെ എന്നുള്ള ആഗ്രഹം, അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാവുമല്ലോ ചിലപ്പോൾ. അത് ഒരു ഗവൺമെൻറ് സർവീസ് അല്ലേ, പണിയെടുക്കട്ടെ. ഈ പണിയെടുക്കുന്നതൊക്കെ ഞാൻ പണി എടുക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴൊക്കെ അത് എന്തെങ്കിലും രീതിയിൽ ഡിസാസ്റ്ററുകളാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി മാത്രം ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ പണി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നത് നെഗറ്റീവ് ചിന്താഗതിയല്ലേ. പോസിറ്റീവ് ഇല്ല ആൾക്കാർ എന്താ പറയുക, ഉണ്ടാവാതിരിക്കണം, നമ്മൾ സേഫ് ആയിരിക്കണം എന്നല്ലേ. ഒരു ചെറിയ പുല്ലായിരിക്കും കത്തിയിട്ടുണ്ടാവും, പക്ഷെ അതിന്റെ കോൺട്രവേഴ്സി അതിന്റെ ഭാഗം അത് കത്തി അടുത്ത വീടെല്ലാം അങ്ങനെ കത്തിപ്പോയ കുറേ കേസുണ്ട്. വീട്ടിൽ പോയാലും ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ ആദ്യം അത്രയും ഗൗരവത്തിൽ കാണുമല്ലോ, ഒരു പുല്ലല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അത് കത്തിയിട്ട് നമ്മളുടെ കൈകാര്യം ചെയ്യുന്ന അപ്പുറമാവും. അങ്ങനെയൊക്കെ സിറ്റുവേഷൻ പല സമയങ്ങളിലും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ വളരെ ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു സമയമാണ് അത്. ഇനിയിപ്പോൾ ഏത് സമയം, മഴക്കാലത്തും അതെ, അതുപോലെ വേനൽക്കാലത്തും അതെ. നമ്മളെപ്പോഴും നിങ്ങൾ ഒരു വിളിക്ക്, അതായത് നിങ്ങളൊരു അപകടം വന്നാൽ അതിന് നമ്മൾ റെഡിയാണ്. പക്ഷെ നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്യുന്ന വർക്ക് ചെയ്യുമ്പോൾ ആ ജീവനക്കാർ വരുമ്പോൾ അങ്ങനത്തെ വർക്കാണ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയ സമയത്തും അതുപോലെ പല ചൂരൽമലയത്തെ ഇൻസിഡൻറ്റ് സമയത്തെല്ലാം നിങ്ങൾ കണ്ടാണ്. ചൂരൽമല ഞാൻ ആദ്യ ദിവസം മുതൽ വർക്ക് ചെയ്തതാണ്. നമുക്ക് വളരെ
മാനസികമായിട്ട് നമുക്ക് ഭയങ്കര ഒരു തോന്നും വലിയ ബുദ്ധിമുട്ട്. അങ്ങനെ പല അപകട സമയങ്ങളിലും ഗ്യാസ് സിലിണ്ടർ ടാങ്കർ പറഞ്ഞ സമയത്ത് ഞാൻ പയ്യന്നൂരുണ്ടായിരുന്നു, ചിത്താരി ഉണ്ടായിരുന്നു, എല്ലാം ഗ്യാസ് ലീക്ക് ആയിരുന്നെങ്കിൽ വലിയ എക്സ്പ്ലോഷൻ ഉണ്ടായില്ല. അപ്പോൾ അവിടെയെല്ലാം ജാഗ്രതയോടുള്ള വർക്കിംഗ് കൊണ്ടാണ് എല്ലാവരും സേഫ് ആയിരിക്കുന്നത് അല്ലേ. എല്ലാവരും ഇതിനിടയ്ക്ക് ചിലപ്പോൾ പറയും ഫയർഫോഴ്സിന് എപ്പോഴെങ്കിലും പണി വരുന്നുള്ളൂ എന്നുള്ള കമൻസ് ഒക്കെ പറയുന്നുണ്ട്. എപ്പോഴെങ്കിലും അല്ലേ പണി വരുന്നതല്ലേ നിങ്ങൾക്ക് നല്ലത് എന്നുള്ളത് ആ രീതിയിലൊരു ചിന്താഗതി വരുന്നില്ല, മനസ്സിലായില്ലേ. അപ്പോൾ പിന്നെ ചിലപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പൂച്ച പട്ടി ഇവിടുത്തെല്ലാം ചെയ്യുന്ന സമയത്തും വേറൊന്നും പണിയില്ലാത്തതുകൊണ്ട് വരുന്നെന്ന് വിചാരിക്കണം. അങ്ങനെ ഒരു പണി നമുക്ക് ഡെപ്യൂട്ടി മൊബൈൽ എടുത്തു കൊടുക്കുക ഫയർഫോഴ്സിന്റെ ഡ്യൂട്ടി ആണെന്നാണ്. അതൊന്നും ഡ്യൂട്ടി അല്ല. അങ്ങനെയൊക്കെ അതെല്ലാം കണ്ട് അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ പറ്റാവുന്നിടത്തൊക്കെ പോകാറുണ്ട്, പരമാവധി പോകാറുണ്ട്. പക്ഷെ ആൾക്കാർ കുറവായിട്ട് ഞാൻ ഇവിടെ ഒരു പൂച്ചനെ പിടിക്കാൻ ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ അപ്പുറം പോകുന്നു, ടൗണിൽ ഒരു തീപിടുത്തം ഉണ്ടാവുന്നു, അന്ന് പൂച്ചനെ പിടിച്ചതായിരിക്കും ഏറ്റവും വലിയ വിഷയം അല്ലേ. ഒരു അപകടം ഉണ്ടാവാതിരിക്കുമ്പോൾ നല്ല വർക്കായിരിക്കും. പക്ഷെ നിയമം പറഞ്ഞാൽ ചെയ്താൽ പോരെ. നല്ല ആളുകൾ എപ്പോഴും സജ്ജമായി ആടെ ഓഫീസിൽ ഉണ്ടാകേണ്ട ഒരു വിഭാഗമാണ്. നിങ്ങൾക്ക് നോക്കാം, നമ്മൾ ഫയർ സ്റ്റേഷനിലേക്ക് ഓടി വന്നിട്ട് ഇൻഫർമേഷൻ പറയാൻ വേണ്ടി പറ്റും അല്ലേ. മതിൽ നമ്മൾ രാത്രി ഗേറ്റ് അടച്ചിട്ടൊന്നുമല്ലല്ലോ, നിങ്ങൾക്ക് എപ്പോഴും വരാൻ പറ്റുന്നതാണ്. ഒരു വലിയൊരു മാൻ പവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന ഒരു സ്ഥലമാണ്. രാത്രി കാലങ്ങളിൽ 24, അതായത് 24/7 ആണല്ലോ. ഇപ്പോൾ ഹോസ്പിറ്റലും പോലീസും ഫയർ സർവീസുമാണ് രാത്രി കാലങ്ങളിൽ ജോലി ചെയ്യുന്നത് അല്ലേ. പോലീസിനും ചിലപ്പോൾ എക്സൈസിനും ആൾക്കാർ ചിലപ്പോൾ കുറവായിരിക്കും, പലപ്പോഴും പെട്രോളിങ്. ഫയർ സർവീസിൽ വർക്ക് ഇല്ലെങ്കിൽ ഇത്രയും ആൾ നിങ്ങൾക്ക് കിട്ടും. ഞാനെപ്പോഴും പറയാം, സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതമായി ഓടിക്കയറാൻ പറ്റിയൊരു ഇടമാണ് ശരിക്കും ഇപ്പോൾ ഫയർ സർവീസിൽ ഫയർ വുമണും ഉണ്ട്. അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ കാണണം. ഒരു കാക്കിന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരാതിരിക്കുന്നത്, അവൾ വന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് നമ്മൾ ഇതെല്ലാം നമുക്ക് വേണ്ടിയുള്ള സർവീസ് അല്ലേ. ആ രീതിയിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മൾ കുറേ മാറാനുണ്ട് അല്ലേ. നമ്മൾ ദൂരത്തുനിന്ന് കുറെ കമന്റുകൾ പറയുന്നതല്ലാതെ അവിടെ പോയിട്ട് അതിന്റെ സ്കൂൾ വിദ്യാർത്ഥികളെയൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കണം, അതിന്റെ പ്രവർത്തനങ്ങൾ അറിയണം. എന്തൊക്കെയാണ് പല ഉപകരണങ്ങളും ചിലപ്പോൾ നമുക്ക് കൊണ്ടുപോയി കാണിക്കാൻ പറ്റില്ല. കൊണ്ടുപോയി കാണിക്കുന്ന സമയത്ത് ചില അപകടങ്ങൾ റോഡിലൊക്കെ ഉണ്ടാവും അല്ലെ. ഹൈഡ്രോളിക് കട്ടേഴ്സ് ഉണ്ട്, ന്യൂമാറ്റിക് ബാഗ്സ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. വിനോദയാത്രയൊക്കെ പോകുമ്പോൾ അവരുടെ ഒരു പ്ലേസ് എന്ന് പറയുന്ന ഒരു ഫയർഫോഴ്സ് ഓഫീസ് കൂടി ആവാം. ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, നല്ല മാറ്റമുണ്ട്. അതായത് ഒരു 2018 അങ്ങോട്ട് നോക്കുമ്പോൾ ഡിസാസ്റ്റർ കൂടി വരുന്നു. 2019-18 അങ്ങനെ വരുന്ന നോക്കുമ്പോൾ ഫയർ സർവീസിന്റെ പ്രസക്തി ഭയങ്കരമായി കൂടിയിരിക്കുകയാണ്. പക്ഷെ എനിക്ക് എൻ്റെ അഭ്യർത്ഥന ഇതാണ്, ഇപ്പോൾ 2002 വടകരയിലെ വെള്ളിക്കുളങ്ങര സ്ഥലത്ത് ഒരു കിണർ ആക്സിഡന്റ് ഉണ്ടായി. വളരെ ഈസി ആയിട്ട് രക്ഷാപ്രവർത്തനം നടത്തേണ്ട ഒരു കിണർ ആക്സിഡന്റിൽ ആൾക്കാരൊക്കെ കൂടിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടെ കിണർ ഇടിഞ്ഞിട്ട് 3 ജീവനക്കാരാണ് മരണപ്പെട്ടത്. ഒരു ജാഫർ, ഒരു ജാഫർ ഫയർ ഫൈറ്ററാണ്, അതുപോലെ ഒരു രാജൻ, അതുപോലെ അജിത്ത്. ഈ 3 പേരും രക്ഷപ്പെടുത്തേണ്ട ആളും അതിൻ്റെ ഉള്ളിലായിരുന്നു. ഈ കിണർ ഇടിഞ്ഞിട്ട് 3 പേരും അതിൻ്റെ ഉള്ളിൽ ജീവനക്കാരന്മാരോട്ട് അയാൾ മരണപ്പെട്ടു. ഇതെന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കെല്ലാവരും കാണാനില്ല വ്യഗ്രത ഭയങ്കര കൂടുതലാണ്. ഞാൻ കാഞ്ഞങ്ങാടുണ്ടാകുമ്പോൾ പൂച്ചക്കാട് അവിടെ ഒരു പള്ളീൻ്റെ മുമ്പിൽ ഒരു കിണറിൽ കാർ അടിച്ചിട്ട് ഒരു മാരുതി കാറും 2 കുട്ടികളോ, അച്ഛൻ ഉപ്പ 2 കുട്ടികൾ ആ കിണറിലേക്ക് വീണു. മരണപ്പെട്ടില്ല. അത് നിങ്ങൾക്ക് ഇന്ന് യൂട്യൂബിൽ അടിച്ചാൽ കാണാൻ പറ്റും. ആ കിണറിൻ്റെ ഇൻസിഡൻറ്റ് ഞാൻ പോയി വർക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഭയങ്കര ആളായിരുന്നു. അന്ന് അവിടെ ബേക്കൽ DYSP സുനിൽ സാറായിരുന്നു. പോലീസിന് സ്ട്രെങ്ത് കുറവാണ്, ഇവരെ മാറ്റാൻ വേണ്ടി പറ്റുന്നില്ല. ഇവരൊക്കെ കല്ലൊക്കെ പിടിച്ചിട്ട് നിൽക്കുമായിരുന്നു. ഇത് പറയുമ്പോൾ അവർ വൈകാരിക നമ്മളോട് ചെയ്യണം. നിങ്ങൾ ഇത്രയും തന്നെ നമ്മൾ തുടക്കം മുതലേ ഉണ്ടായി, നമ്മൾ വിളിച്ചിട്ട് വരുമ്പോഴേക്ക് അവിടത്തേക്ക് ഒരു 10 കിലോമീറ്റർ അപ്പുറം ഉണ്ട് ദൂരം, ഒരു 6 മണിക്ക് ശേഷമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വൈകാരികമായി ഇടപെടുന്ന ഒരു സമൂഹം ഉണ്ട് ചെയ്യുമ്പോൾ. അവിടെ ആദ്യം 2 കുട്ടികൾ അവരെടുത്തത് സാധാരണ അവിടെ കിടക്കുന്ന റോപ്പ് വെച്ചിട്ടാണ്. അവരൊരു ചെക്കും ചെയ്യില്ല, പക്ഷെ അപകടത്തിൽ പെട്ടില്ല. 3ാമത്തെ ആളെ അങ്ങനെ എടുത്തിനെങ്കിൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ ജീവനക്കാരെ കയറി കുറച്ച് വെയിറ്റ് ഉണ്ട്, അദ്ദേഹത്തിന് നമ്മൾ ടെസ്റ്റ് ചെയ്ത റോപ്പിലാണ് മുകളിലോട്ട് കയറ്റിയത്. നമുക്കൊരു എന്തും ചെയ്യാം, അതിലെന്തെങ്കിലും രീതിയിലൊരു അപകടം വന്നാൽ നമ്മൾ ഏറ്റവും വലിയ ക്രിറ്റിസൈസറായി. ഇപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ ആരും കാണുന്നില്ല. നമ്മൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ റോഡിൽ ഒരു ആക്സിഡൻറ്റ് എടുക്കുമ്പോൾ ആ വാഹനങ്ങൾ കട്ട് ചെയ്യുന്നതിൽ നിങ്ങളെല്ലാവരും വീഡിയോ വാർത്തിക്കൊണ്ടാണ് കാണുന്നത് അല്ലേ. അവിടെ നമ്മൾ അത്ര ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റുക. അപ്പോൾ അത്രയും ജാഗ്രതയോടെ ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അതിൽ നിങ്ങളെ സപ്പോർട്ട് കൂടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ സർവീസ് വലിയ രീതിയിലേക്ക് ഡെവലപ്മെൻ്റ് ആവല്. അതായത് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനിയില്ല സമൂഹത്തിൻ്റെ ഒരു സപ്പോർട്ട്. അതിൻ്റെ ഭാഗമാണ് സിവിൽ ഡിഫൻസ്. അവരൊരു ഇത് കുറഞ്ഞു സിവിൽ ഡിഫൻസ്. അപ്പോൾ അവർ പറയുന്നത് ഇതിങ്ങനെയല്ല, ഇതിൻ്റെ ഡ്യൂട്ടീൻ്റെ ക്രമീകരണം അവർക്ക് അറിയാൻ പറ്റി, ഇതിൻ്റെ സ്ട്രക്ചർ അറിയാൻ പറ്റി, ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടിയും നമ്മൾക്ക് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലൂടെ ഈ ഇൻഫർമേഷൻ പുറത്തേക്ക് പോകുമ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്, ഫയർ സർവീസ് സേവനങ്ങൾ അവരറിയണം. ഫയർ സർവീസിൽ വരാമെന്ന് അവർക്ക് അറിയണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫയർ ബ്രിഗേഡ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റണം. എന്തെങ്കിലും ഇനി പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഫയർ സ്റ്റേഷനിൽ വന്നിട്ട് ആ പ്രശ്നങ്ങൾ പറയാം. ഇനി ആരെങ്കിലും മിസ്ബിഹേവ് ചെയ്തു അല്ലെങ്കിൽ വേറെ രീതിയിൽ സംസാരിച്ചെങ്കിലും അതിനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ദൂരത്തുനിന്ന് ക്രിട്ടിസൈസ് ചെയ്യാതെ അതിൻ്റെ എല്ലാ വഴികൾക്ക് ശേഷം ക്രിട്ടിസൈസ് ചെയ്തു. നിങ്ങൾ വന്ന് കണ്ട് സേവനങ്ങൾ കണ്ട് പറയുന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാതെ എനിക്കതിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് എപ്പോഴും ഒരു ആക്സസ് ഗേറ്റ് വരെ ഇല്ലാതെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും വരാൻ വേണ്ടിയിട്ടാണ് അല്ലേ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സേവനങ്ങൾ. അപ്പോൾ ആ സേവനങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യണം.
നല്ല ഒരു റാപ്പോർട്ട് പബ്ലിക്കും എല്ലാ സർവീസും വേണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്നാൽ ഗവൺമെൻറ്റും അങ്ങനെയല്ല ആഗ്രഹിക്കും. നല്ല സേവനങ്ങൾ കൊടുക്കണമെങ്കിൽ നല്ല ബന്ധങ്ങൾ ജീവനക്കാരും അല്ലെങ്കിൽ പബ്ലിക്കും സർവീസും വേണം. അങ്ങനെ വരുമ്പോൾ ഇത് നല്ല സർവീസ് ആവും. ഇപ്പോഴും സർവീസ് ടോപ്പ് തന്നെ, അതിൻ്റെ പബ്ലിസിറ്റി വർത്തത്തില്ലാന്നില്ല. ആ രീതിയിൽ എത്തണമെങ്കിൽ ആ രീതിയിലത്തെ കാര്യങ്ങൾ വേണം. അതിന് ഞാൻ വളരെ പ്രതീക്ഷിക്കുന്നു. ഇനിയിലെ എൻ്റെ ജീവിതാനുഭവം നോക്കുമ്പോൾ സർവീസിൻ്റെ വാല്യൂ മെറിറ്റ് കൂടിയിട്ടാണ് വരുന്നത് അല്ലേ. ആ കൂടി വരുമ്പോൾ അതിൻ്റെ ഗുണഭോക്താവ് എന്ന് പറഞ്ഞാൽ സാധാ കോമൺ മാനാണ്. അവരെല്ലാം സേഫ് ആയിരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും കണ്ണൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ PV പവിത്രനാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചത്. 101 എന്നത് ഒരു ഫോൺ നമ്പർ മാത്രമല്ല, അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു രക്ഷാ മന്ത്രം കൂടിയാണ്. എന്തായാലും ഫയർഫോഴ്സ് എന്നത് നമ്മുടെ സമൂഹവുമായി ഏറ്റവും അടുത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ്. അവരുടെ സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. പല ഘട്ടങ്ങളിലും നാം അത് കണ്ടതാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഫയർഫോഴ്സിനെ വിളിക്കുക. അദ്ദേഹം പറഞ്ഞതുപോലെ കണ്ണൂരിലെ ഫയർഫോഴ്സിൻ്റെ ഈ ഓഫീസൊക്കെ അവിടെ എന്നും തുറന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ